ഈ ചേലക്കരയിലേത് രണ്ടാം പിണറായി സർക്കാരിന്റെ ഒരു വിലയിരുത്തലായി ഇനി കാണുന്നുണ്ടോ നിങ്ങൾ? നേരത്തെ ഞങ്ങൾ പറഞ്ഞല്ലോ, പിണറായി ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ചർച്ച വളരെ ശക്തമായിട്ട് ഉയർന്നു വന്ന ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പാണ് ചേലക്കരയിലേത്. അത് LDF UDF വികസന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉയർത്തി. ഇപ്പൊ ഞങ്ങൾക്കെതിരായിട്ട്, ഇടതുപക്ഷത്തിനെതിരായിട്ട് UDF BJP അതുപോലെ തന്നെ അൻവറിനെ പോലെയുള്ള ആളുകളും ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള കടന്നാക്രമണങ്ങൾ നടത്തുകയുണ്ടായി. പക്ഷെ ഈ എല്ലാ ആക്രമണങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് ഇടതുപക്ഷ കോട്ട നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ചേലക്കര നൽകുന്ന സന്ദേശം. അത് LDFനെ സംബന്ധിച്ചിടത്തോളം ആവേശം പകരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ചേലക്കരയിലെ ഗ്രാമങ്ങൾ, ഗ്രാമപഞ്ചായത്തുകൾ LDFനെ പിന്താങ്ങുന്ന കാഴ്ചയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടത്. UR പ്രദീപിന്റെ വ്യക്തിപ്രഭാവം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതേസമയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 1996 ശേഷം ഈ മണ്ഡലത്തിൽ ആർജിച്ച കരുത്ത് ഇപ്പോഴും ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നു. വ്യത്യസ്ത സാമൂഹ്യ ജനവിഭാഗങ്ങൾ LDFനൊപ്പം നിലനിൽക്കുന്നു എന്നുള്ള കാര്യവും ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുകയുണ്ടായി. പക്ഷെ അങ്ങനെയാണെങ്കിലും കേരളത്തിൽ 80,000-ൽ നിന്ന് 64,000-ലേക്കുള്ള ഈ ഒരു ഇടിവുണ്ടല്ലോ, അതിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ആലസ്യം എന്നാണോ വ്യാഖ്യാനിക്കുന്നത്? ആലസ്യം എന്ന് ആരാ പറയുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടേത് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നടത്തിയ കടന്നാക്രമണങ്ങളും നുണപ്രചാരണങ്ങളും ഏറെയുണ്ടല്ലോ. ആ എല്ലാ നുണപ്രചരണങ്ങളെയും നേരിടുക എന്ന ചുമതല ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഗവൺമെന്റിനെതിരായിട്ട് ഞാൻ പറയുന്ന ഈ മാധ്യമം എന്ന അർത്ഥത്തിലല്ല. പൊതുവിൽ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ വളരെ സംഘടിതമായിട്ട് ഈ ഗവൺമെന്റിനെ ആക്രമിക്കാനാണ് ശ്രമിച്ചത്. LDF രാഷ്ട്രീയത്തെ കടന്നാക്രമിക്കാനാണ് ശ്രമിച്ചത്. ആ കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കാനായി എന്നുള്ളത് തന്നെയാണ്. അത് കേവലം കോൺഗ്രസിന് UDFന് മാത്രമല്ല, BJPക്കും കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾക്കുള്ള വലിയ പ്രഹരം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഇത് ആ രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോ തങ്ങൾക്ക് അല്ലെങ്കിൽ പിണറായി സർക്കാരിന് കിട്ടുന്ന ഒരു ജനസമ്മതിയുടെ പ്രതീകമായി നിങ്ങൾ കണക്കാക്കുമ്പോൾ ഇത് നിലവിലൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലല്ലോ. ചേലക്കര എങ്ങനെ തുടരുന്നു അതങ്ങനെ തുടരുന്നു, പാലക്കാട് എങ്ങനെയുണ്ടോ അതങ്ങനെ തുടർന്നു, വയനാടും അങ്ങനെ തന്നെ. അപ്പോൾ ചെറിയ കുറച്ച് അല്ലേ ഭൂരിപക്ഷമുണ്ട്. പക്ഷേ നിലവിൽ ആരുടെയൊക്കെ കയ്യിലായിരുന്നു ആ സീറ്റുകൾ ഉണ്ടായിരുന്നത്, അതങ്ങനെ തന്നെ തുടരുകയാണ്. അപ്പോൾ കുറച്ച് ജനങ്ങൾക്കിടയിൽ ഉണ്ടായ വികാരങ്ങളോ അല്ലെങ്കിൽ അവരുടെ ചിന്തയിലെ മാറ്റമാണ് ഈ ഭൂരിപക്ഷത്തിന്റെ വ്യത്യാസങ്ങൾ വരുന്നത്. അത് ഏതൊക്കെ രീതിയിലെ പ്രചാരണ പരിപാടി, അത് സത്യത്തിൽ സർക്കാരിനെതിരായ വികാരമാണോ അല്ലെങ്കിൽ സർക്കാരിന്റെ വികസന പദ്ധതികളാണോ, അതോ ഇരുകൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്ന പോലെ ഈ വർഗീയതയെ കൂട്ടുപിടിച്ചുള്ള പ്രചാരണ പരിപാടികളാണോ? ഏതാണ് യഥാർത്ഥത്തിൽ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഈ ബഹളങ്ങൾ, വിവാദങ്ങളൊക്കെ ഒരുപാടുണ്ടായാലും അതെല്ലാം ജനങ്ങളെ സ്വാധീനിക്കണമെന്നില്ലല്ലോ. അല്ല, ലാഘവത്തോടെ അല്ലല്ലോ ഇതിനെ കാണേണ്ടത്. കാരണം ഞങ്ങൾ നേരിട്ടത് ഈ പറഞ്ഞ തരത്തിലുള്ള ബഹുമുഖ ആക്രമണങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലെ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ ഈ ആക്രമണങ്ങൾ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തുമായിരുന്നു. അത് ഉണ്ടായിട്ടില്ല എന്ന് റിസൾട്ട് വളരെ കൃത്യമായിട്ട് പ്രകടിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഇപ്പൊ ജനങ്ങളുടെ വികാരം ഒരു ട്രെൻഡായിട്ട് രൂപപ്പെട്ടിരുന്നുവെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഗവൺമെന്റിനോടുള്ള അനിഷ്ടം ജനങ്ങൾ പ്രകടിപ്പിക്കുമായിരുന്നു. ഇപ്പൊ ചേലക്കര പോലെ ഒരു മണ്ഡലത്തിൽ പ്രധാനമായിട്ടും നടന്ന ചർച്ചകൾ വികസനത്തെ കുറിച്ചുള്ളതാണ്. അത് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികൾ, ചേലക്കരയുടെ മണ്ഡല വികസനത്തെ സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങളും വിമർശനങ്ങളും, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ 3 ആഴ്ച നമ്മുടെ മാധ്യമങ്ങൾ സമ്പൂർണമായിട്ട് ഇതെല്ലാം തുറന്നു വെക്കുകയായിരുന്നു. അപ്പോൾ വളരെ രഹസ്യമായിട്ട് നടന്നൊരു സംഗതിയല്ല. ജനങ്ങൾ ആകെ പങ്കെടുത്ത വലിയൊരു തെരഞ്ഞെടുപ്പ് ഉത്സവത്തിന്റെ, അങ്ങനെ തന്നെ പറയണം, ഒരു തെരഞ്ഞെടുപ്പ് ഉത്സവത്തിന്റെ ബാക്കി പത്രമായിട്ടാണ് റിസൾട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ പാലക്കാട് പാർട്ടിക്ക് എന്ത് പറ്റിയിട്ടുണ്ടാകും? എന്തുകൊണ്ടായിരിക്കും പാർട്ടി വീണ്ടും മൂന്നാം സ്ഥാനത്ത് തന്നെ നിലനിന്ന് പോയത്? ചേലക്കര വിട്ടോ നിങ്ങൾ? ഞാൻ ചോദിക്കുകയാണ്. ചേലക്കരയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പാലക്കാട്ടേക്ക് വരാം. ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മുന്നണികളുടെ ശക്തി ദൗർബല്യങ്ങളും എല്ലാ തെരഞ്ഞെടുപ്പിലും പ്രകടിതമാവാറുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 99 സീറ്റ് നേടിയപ്പോഴും ഞങ്ങൾ പരാജയപ്പെട്ട മണ്ഡലമാണ് പാലക്കാട്. മനസ്സിലായോ? LDF
അനുകൂലമായിട്ടുള്ള വലിയ തരംഗം ഈ സംസ്ഥാനത്ത് അലയടിച്ചപ്പോഴും ഞങ്ങൾ പരാജയപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. ആ പാലക്കാട് ഞങ്ങൾ തോറ്റു എന്നുള്ളത് ഇതുമായിട്ട് കൂട്ടിക്കെട്ടേണ്ട കാര്യമുണ്ടോ? യഥാർത്ഥത്തിൽ ഇല്ല എന്നാണ് എൻ്റെ പക്ഷം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഞങ്ങൾ നല്ല മത്സരം കാഴ്ചവെച്ചു. സരിൻ എന്ന സ്ഥാനാർത്ഥിയെ മുൻനിർത്തി ഞങ്ങൾ നല്ല ഫൈറ്റ് നടത്തി. വിജയിച്ചില്ല എന്നുള്ളത് നേര്. എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാവരും ജയിക്കില്ലല്ലോ, ഏതെങ്കിലും ഒരു കൂട്ടരിലേ ജയിക്കുള്ളൂ. ഇപ്പൊ ജയിച്ചില്ല എന്നുള്ളത് നേര്. പക്ഷെ നല്ല ഫൈറ്റ് നടത്താൻ കഴിഞ്ഞു. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്ന ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് പാലക്കാട് BJP ഭരിക്കുന്നു. തിരിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഈ പോരാട്ടം നൽകുന്നുണ്ടോ? അടുത്ത ഘട്ടത്തിൽ നിയമസഭയിലേക്ക് വരുമ്പോൾ ഒരു മാറ്റം പാലക്കാട് ഉണ്ടാകുമെന്നൊരു സൂചനയായിട്ട് സരിന്റെ കുറച്ച് വോട്ടുകളെങ്കിലുമുള്ള ഈ വർധന കാണുന്നുണ്ടോ? അത് നല്ല ഫൈറ്റ് നടത്താൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, പാലക്കാട് ഇത് കോൺഗ്രസിന്റെ ഒരു ഒറ്റയ്ക്കുള്ള വിജയമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? UDFന്റെ മാത്രമായിട്ടുള്ള വിജയം നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ കാണാതെ പോകുന്നു എന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വളരെ വിശാലമായ ഒരു സഖ്യത്തിന്റെ വിജയമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് എല്ലായിടത്തും ഇവര് ഒന്നിച്ച് മത്സരിക്കുമോ, മത്സരിച്ചാൽ തന്നെ ജനം എല്ലായിടത്തും ഇതേ പാറ്റേണിലാണോ വോട്ട് ചെയ്യുക എന്നൊക്കെയുള്ള വിഷയം സംവാദാത്മകമായിട്ടുള്ളൊരു കാര്യമാണ്, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പൊ പാലക്കാട്ടെ കോൺഗ്രസിന്റെ ഈ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം എന്ന് പറയുന്നത് അത് കേരളത്തിൽ ആകെ നിലനിൽക്കുന്ന ഒരു അഭിപ്രായ പ്രകടനത്തിന്റെ പ്രതിഫലനമായിട്ട് കാണാൻ പറ്റും. അതായത് പൂർണ്ണമായ ഒരു വർഗീയ തിരിവിലൂടെ അത്തരം പ്രചാരണങ്ങളിലൂടെ കോൺഗ്രസ് നേടിയ വിജയം എന്നാണോ പാലക്കാട്ടെ കോൺഗ്രസിന് മിന്നുന്ന വിജയത്തെയും CPM വ്യാഖ്യാനിക്കുന്നത്? കോൺഗ്രസിന്റെ ഒരു മണ്ഡലത്തിൽ അവർ വിജയിച്ചു, അത്രയേ ഉള്ളൂ. അതേസമയം ആ വിജയം തന്നെ അവർക്ക് അത്ര എളുപ്പമായിരുന്നില്ല. അത് നേടാൻ വേണ്ടി SDPIയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ ശക്തമായിട്ടുള്ള പിൻബലത്തിൽ ആണ് അവർ വിജയിക്കാൻ കഴിഞ്ഞത്. ഇപ്പോ SDPI ആണ് ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിയത് എന്ന് വാർത്ത ചാനലുകൾ കാണുകയുണ്ടായി. ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സംവാദത്തിന്റെ വേദിയായിരുന്നു. അതിൽ ചേലക്കര ഇടതുപക്ഷം അതിന്റെ നില നല്ലതുപോലെ മെച്ചപ്പെടുത്തി വിജയിച്ചു. പാലക്കാട് ഞങ്ങൾ പരാജയപ്പെട്ടു, എന്നാലും ഞങ്ങളുടെ നില അല്പം മെച്ചപ്പെടുത്തുകയുണ്ടായി. വയനാട് ഒരു ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവ് മത്സരിച്ചു എന്നതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അവിടെ UDFന് നല്ല വിജയം ഉണ്ടായി എന്നുള്ളത് അംഗീകരിക്കുന്നു. ഇതാണ് ഈ നടന്ന തെരഞ്ഞെടുപ്പുകളെ കുറിച്ചുള്ള ഒരു പ്രാഥമിക വിശകലനം. വയനാട്ടിലേക്ക് ഇവിടുന്ന് പോയാൽ വയനാട്ടിൽ ഒരു നിസ്സംഗത ഉണ്ടായോ ഇടത് ക്യാമ്പിൽ നിന്നുണ്ട്? ഇപ്പോൾ അവിടെ മത്സരിക്കാൻ വരുമ്പോൾ തന്നെ പ്രിയങ്ക ഗാന്ധി ഇത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള എല്ലാ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു ശക്തമായ പോരാട്ടം ഇപ്പോൾ BJPയെ സംബന്ധിച്ച് ആശ്വാസകരമായൊരു നിലയിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ സത്യൻ മൊകേരി അദ്ദേഹം ഇടയ്ക്കൊന്ന് സങ്കടത്തോടെ പോലും പറയുന്നത് കേട്ടതാണ്, അദ്ദേഹത്തെ ദുർബലനായി എല്ലാവരും ചിത്രീകരിച്ചു. അപ്പോൾ അത് പാർട്ടിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഒരു മുന്നണി എന്ന നിലയ്ക്ക് സ്ഥാനാർത്ഥിക്ക് ഒരു ആത്മവിശ്വാസം കിട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുകൂടി കാണണോ വയനാട്ടിലെ ഈ വലിയ കുറവുള്ള വോട്ട്? അല്ല, വയനാട് പ്രത്യേകമായ ഒരു സാഹചര്യം നിലനിന്ന ഒരു മണ്ഡലമാണ്. ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി, പ്രിയങ്ക ഗാന്ധിയെ പോലെ അറിയപ്പെടുന്ന ഒരു വ്യക്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട്, അത് കാണാതിരിക്കാനാവില്ല. അത് പക്ഷെ കേരള രാഷ്ട്രീയത്തിന്റെ, കേരള സമൂഹത്തിലുള്ള രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങളുടെ ഒരു തെളിവായിട്ട് നമുക്ക് വയനാട് റിസൾട്ടിന് എടുക്കാൻ കഴിയില്ല. അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോഴത്തെ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പ്രത്യേകതകളെല്ലാം ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുണ്ട്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിലയിരുത്തൽ ശരിയാണ്.